ഗവൺമെന്റ് ആശുപത്രി അടച്ചുപൂട്ടി പോകുമെന്നും സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭം കിട്ടുമെന്നുള്ള വിചിത്രമായ ഒരു വാദമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. സംസ്ഥാനത്തെ ഏറ്റവും പാവപ്പെട്ടവർക്കും ഏറ്റവും സാധാരണക്കാർക്കും അവർക്ക് സൗജന്യ ചികിത്സ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിശദമായ ഒരു പദ്ധതിയാണ് ഈ ഇൻഷുറൻസ് പദ്ധതി. സാർ, ഗവൺമെൻറ് ഒരു ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയാൽ മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടി പോകുമെന്നും ഗവൺമെൻറ് ആശുപത്രി അടച്ചുപൂട്ടി പോകുമെന്നും സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭം കിട്ടുമെന്നുള്ള വിചിത്രമായ ഒരു വാദമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ 2000 ചില്ലാൻ കോടി കൊടുക്കാനുള്ളതിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കാനുള്ളത് എവിടെയാണ്? സ്വകാര്യ ആശുപത്രികളിലാണ്. ഇപ്പോഴത്തെ ഇൻഷുറൻസ് പ്രോജക്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും സ്വകാര്യ ആശുപത്രികളെ കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസ് പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ ആ ഇൻഷുറൻസ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതിനർത്ഥം എല്ലാവരെയും നമ്മൾ മെഡിക്കൽ കോളേജിലേക്കും എല്ലാവരും ഗവൺമെൻറ് ആശുപത്രിയിലേക്കും കൊണ്ടുവരിക എന്നതാണോ? മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ 3 പേര് കിടക്കുക എന്നാണ് പരാതി. നമ്മൾ അവിടെയുള്ള പേഷ്യൻസിനെ കുറച്ചു കൊണ്ടുവരുകൂടി വേണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ പോകുന്ന സ്ഥലത്ത്. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും പങ്കാളികളാകും. അത് സ്വകാര്യ ആശുപത്രികളെ പങ്കാളികളാക്കിയില്ലെങ്കിൽ അതിനർത്ഥം നല്ല ചികിത്സ നിഷേധിക്കുന്നു എന്നാണ് ഇൻഷുറൻസിലെ ഗുണഭോക്താക്കൾക്ക്. ഒരു കാരണവശാലും സർക്കാർ അനുവദിക്കില്ല. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികൾക്കും ഇപ്പോഴും ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കും. പിന്നെ ഇൻഷുറൻസ് തുക പ്രീമിയം ഗവൺമെൻറ് എത്രയാണ് കൊടുക്കാൻ പോകുന്നത് ആ പ്രോജക്റ്റിൻ്റെ DPR തയ്യാറാക്കി ഇൻഷുറൻസ് കമ്പനികളുമായി എഗ്രിമെൻ്റ് വയ്ക്കുമ്പോൾ മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എത്ര കോടി രൂപ ഇൻഷുറൻസ് പ്രീമിയമായി അടയ്ക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. മാത്രമല്ല വിശദാംശങ്ങൾ തീരുമാനിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് പ്രീമിയം കൊടുക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. മാസം 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് പ്രീമിയം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഒരു നിശ്ചിത തുക ഇതിൻ്റെ അകത്ത് നിന്ന് പ്രീമിയമായി കൊടുക്കാൻ തീരുമാനിക്കേണ്ടി വരും. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത്. അതിനർത്ഥം 10 കോടി രൂപ ഇൻഷുറൻസ് പദ്ധതിക്ക് വകയിരുത്തിയതല്ല, പ്രാരംഭ ചെലവുകൾക്കും DPR തയ്യാറാക്കുന്നതിനും വേണ്ടി നമ്മൾ വാഗ്ദാനം ചെയ്ത ആ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.